ഹലോ. അപ്പം ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ അതെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റതേ നമ്മൾ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, സുബഹി നിസ്കരിച്ചു. പാത്ത് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം നമ്മൾ ഉണർത്താതെ നമ്മൾ അടുക്കളയ്ക്ക് പോവുകയാണ്. രാവിലത്തെ പണിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ. അപ്പോൾ ഇന്നത്തെ രാവിലെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കിയാലോ. നേരെ നമ്മൾ അടുക്കളയ്ക്ക് ചെന്നു കേട്ടോ. അപ്പോൾ നല്ല ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് സാധനങ്ങൾ. അപ്പോൾ നമ്മളിത് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒരുങ്ങി. നമുക്കിന്ന് വെള്ളപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. മാവ് ഇന്നലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ചുട്ടാൽ മതി. അപ്പോൾ നമ്മളെ ചായ കൂടിയൊക്കെ കാൽ ചായ കുടിച്ച് വന്നപ്പോഴേക്കും നമ്മളെ പാത്ത് നീച്ചിട്ടോ. അവർക്ക് വേഗം കൈ വിട്ടോ. പിന്നെ ഞങ്ങളത് പാക്ക് ചായ കൊടുത്തു. പിന്നെ നമ്മൾ വെള്ളപ്പം ചുടാൻ ഒരുങ്ങിട്ടോ. വെള്ളപ്പത്തിന് ഇതേ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളപ്പം പറഞ്ഞു ഫസ്റ്റൊക്കെ നന്നായിട്ട്, പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് കരിഞ്ഞു പോയിട്ടു. അത് നമ്മൾ വേറെ പണിക്ക് പോകുമ്പോൾ അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കരിയും, അത് സാധാരണയാണല്ലോ. അപ്പോൾ അതെ വെള്ളപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല വെള്ളപ്പം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളപ്പം കൂട്ടി നമ്മൾ ചായ കുടിച്ചാലോ. അപ്പോൾ ചായ കുടിച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടി. നമുക്കിത് ചോറ് അടുപ്പത്ത് വെക്കാനുണ്ട്. വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ നോക്കിട്ടോ. ആദ്യം ഉപ്പേരിക്കുള്ളതൊക്കെ ആയിരുന്നു. പയറാണ് കേട്ടോ നമുക്ക് ഉപ്പേരിയുള്ളത്. അപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചു. അപ്പോഴേക്ക് ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരി ഇടാൻ നമ്മൾ നിന്ന് കേട്ടോ. അപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ പയർ നമുക്ക് വേവിക്കാം, അടുപ്പത്ത് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പേരി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചോറ് വെന്തിക്കണോ നോക്കട്ടോ. അപ്പോൾ ചോറ് നോക്കിയപ്പോൾ ചോറും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് വേറെ പാത്രത്തിലേക്ക് നമുക്കത് ആക്കാം. ചോറൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ചോറിലേക്കൊന്നും നമുക്ക് ബീഫാണ് കേട്ടോ കറി. ബീഫ് വരട്ടുണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അതിൻ്റെ കൂട്ടി പച്ചക്കറി കറി കൂടി വെക്കാൻ വിചാരിച്ചു. കുറച്ച് പച്ചക്കറി, അപ്പോൾ നമ്മൾ പച്ചക്കറി കറിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബീഫിലേക്ക് ആവശ്യമായ സാധനങ്ങളായിട്ട് അരിയാനുള്ളത്. അത് നമുക്കിത് ഉള്ളിയും 2 തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്കറിയാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാനുണ്ട്. അതിലേക്കുള്ള കുക്കറിൽ ഇട്ടിട്ട് അതിലേക്കുള്ള പൊടികളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ ആകെ കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബീഫും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മളെ പാത്തുമ്മാൻ്റെ ഓരോ കളിയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ബീഫൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയാലോ. ബീഫ് റെഡി ആയിട്ടുണ്ട്, നമ്മളെ പയർ റെഡി ആയിട്ടുണ്ട്, പച്ചക്കറിക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറ് വെച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിനിടയിൽ നമുക്ക് അതിൻ്റെ മുന്നേ നമ്മളെ പാത്തൂനെ ഒന്ന് കുളിപ്പിച്ച് ഉറക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മളെ പാത്തു ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചോറുന്നാലോ. അങ്ങനെ നമ്മൾ ചോറും വെച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി. അതെ നീച്ചപ്പോഴാണ് നമുക്കിത് മഞ്ചാടി ഐസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ഒരു കട്ടൻ കിട്ടിയില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കട്ടൻ ഉണ്ടാക്കാം. അങ്ങനെ കട്ടൻ ചായയും കുടിച്ച് അതാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഒരു ഇത്. അപ്പം അത് കഴിഞ്ഞു. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ പാത്തുവിൻ്റെ ഒരു കലാപരിപാടികൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.